എല്ലാവർക്കും നമസ്കാരം. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3205-ന്റെ റോട്ടറി സോൺ 3 തൃശൂർ ജില്ലയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഇദ്ദേഹം സോൺ 3-യുടെ ചാർജുള്ള അധികാരത്തിലുള്ള ഡിസ്ട്രിക്ട് ഡയറക്ടർ റോട്ടേറിയൻ രാജഗോപാലാണ്. അദ്ദേഹമായിരിക്കും ഇന്നത്തെ ഈ ഞങ്ങളുടെ പത്രസമ്മേളനം നയിക്കുന്നത്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പറയാം. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3205 സോൺ 3യുടെ ഡിസ്ട്രിക്ട് ഡയറക്ടർ രാജഗോപാൽ. ഡിസ്ട്രിക്ട് 3ക്ക് 4 അസിസ്റ്റന്റ് ഗവർണേഴ്സ് ആണ് ഉള്ളത്. അസിസ്റ്റന്റ് ഗവർണർ വിഷ്ണു ഹരി, അസിസ്റ്റന്റ് ഗവർണർ രാജീവ് കുമാർ, അസിസ്റ്റന്റ് ഗവർണർ അമീഷ് കാർത്തികേയൻ, അസിസ്റ്റന്റ് ഗവർണർ ബിജു അമ്പഴക്കാട്. രാജഗോപാലൻ കെ ബി രാജഗോപാലൻ കെ ബി ഡിസ്ട്രിക്ട് ഡയറക്ടർ. രാജീവ് കുമാർ NR. ഡിസ്ട്രിക്ട് 3205-ന്റെ ഇയർ ഇന്നാണ് ജൂലൈ 1 ആരംഭിക്കുകയാണ്. ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ജോഷി ചാക്കോ ആണ് ഡിസ്ട്രിക്ട് ഗവർണർ. റോട്ടറി ഇയർ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് ഗവർണറുടെ തീമാണ് ഹോപ്പ്, HOPE, ഹോപ്പ്. അതുകൂടാതെ ഹോപ്പ് പ്രൈം. ഈ 2 തീമിലാണ് ഈ വർഷത്തെ റോട്ടറി ഇന്റർനാഷണൽ 3205-ന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹോപ്പ് പ്രൈമിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യത്തേത് ഡയാലിസ് കിറ്റ് വിതരണമാണ്. തൃശൂർ ജില്ലയിലെ 22ഓളം ക്ലബ്ബുകൾ, ഏകദേശം 500-ൽ പരം ഡയാലിസിസ് കിറ്റുകൾ തൃശ്ശൂരിലെ വിവിധ ഹോസ്പിറ്റലുകൾ, പാലിയേറ്റീവ് സെന്ററുകളിൽ ഇന്ന് വിതരണം ചെയ്യുകയാണ്. അതുകൂടാതെ പാലിയേറ്റീവ് എക്യുപ്മെന്റ് ലൈബ്രറി, പാലിയേറ്റീവ് പേഷ്യൻസിനുള്ള എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്നതിനുള്ള ലൈബ്രറികളിൽ തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ 22ഓളം ക്ലബ്ബുകൾ ചേർന്ന് പല വിധത്തിലുള്ള പല യൂണിറ്റുകളായി ലൈബ്രറികൾ ആരംഭിക്കുകയാണ്. ഡിസ്ട്രിക്ട് 3205 ഈ വർഷത്തെ പ്രോജക്റ്റിൽ തൃശൂർ ജില്ലയിൽ ഏകദേശം 10 കോടി രൂപയുടെ സർവീസ് പ്രോജക്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അമല ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് 2:30-ക്ക് നിർവഹിക്കുന്നതാണ്. അതുകൂടാതെ തൃശ്ശൂരിലെ തന്നെ അശ്വിനി ഹോസ്പിറ്റൽ, മാർത്തിമോത്യോസ് ഹോസ്പിറ്റൽ, പാലിയേറ്റീവ് സെന്റർ ഒല്ലൂർ എന്ന വിവിധ ഹോസ്പിറ്റലുകളിൽ ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം അമല ഹോസ്പിറ്റലിലത്തെ ഉദ്ഘാടനം ഹോസ്പിറ്റലിലെ ഫാദർ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് സെയിം ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അതെ. മറ്റുള്ള സെന്ററുകളിൽ ടൈം വ്യത്യാസമുണ്ട്. നമ്മൾ അശ്വിനി ഹോസ്പിറ്റലിൽ 12 മണിക്കാണ്. റവർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI ആണ് ഇന്ന് അമല ഹോസ്പിറ്റലിൽ 2:30-ക്ക് ഉദ്ഘാടനം കഴിക്കുന്നത്. ഷിബു പുത്തൻപുരയ്ക്കൽ CMI, ജോയിന്റ് ഡയറക്ടർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ സർവീസ് പ്രോജക്റ്റിന്റെ ഡയാലിസിസ് കിറ്റ് സർവീസ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്നുള്ള ഡിസ്ട്രിക്ട് ഗവർണറുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 500-ൽ പരം ഡയാലിസിസ് കിറ്റുകൾ വിതരണം നടത്തുന്നത്. അതിൽ പല ഹോസ്പിറ്റലുകളിലായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ആകെയുള്ള മൊത്തം 22 ക്ലബ്ബുകൾ എല്ലാവരും ചേർന്ന് വിവിധ സെന്ററുകളിലെ അതാത് ക്ലബ്ബുകളുടെ പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത്തരത്തില് ഒരു ഡയാലിസിസ് കിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അത് പല ജില്ലാതല ഉദ്ഘാടനമാണ് നടക്കുന്നത്. അമലയിൽ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ക്ലബിന്റെ ഉദ്ഘാടനമാണ്. അത്തരത്തില് വിവിധ ക്ലബ്ബുകൾ ചേർന്ന് പല സെന്ററുകളിലായിട്ട് പല സമയങ്ങളിലായിട്ടായിരിക്കും ഇത്തരം പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം നടക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തില്ല. എല്ലാ ക്ലബ്ബുകളും അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്.
ഇല്ല, ജില്ലാതലത്തിൽ മാത്രമായിട്ട് ഉദ്ഘാടനം വെച്ചിട്ടില്ല. ഓരോരോ ക്ലബ്ബുകളും അവരവരുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റലുകളിലാണ് അവർ കൊടുക്കുന്നത്. ഇതിപ്പോ തൃശ്ശൂരത്തെ കേസിൽ വരുന്നത് അമല ഹോസ്പിറ്റൽ വരും, വേറെ 2 ഹോസ്പിറ്റലും കൂടെ അശ്വിനി ഹോസ്പിറ്റല്, മാത്യു മാത്യൂസ് ഹോസ്പിറ്റല്. കൊടുങ്ങല്ലൂരാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മോഡൽ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്, പെരിഞ്ഞനത്ത് നിന്ന് അവിടുത്തെ വേറെ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ ഏരിയകളിലാണ് ചെയ്യുന്നത്. രൂപയുടെ പ്രോജക്റ്റ് ആണ്. ഈ മൊത്തം ഡിസ്ട്രിക്റ്റില് 109 ക്ലബ്ബുകളാണുള്ളത്. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി 3 ജില്ലകളിൽ കൂടിയിട്ട് 109 ക്ലബ്ബുകളാണ് ഈ 3205 കീഴിൽ വരുന്നത്. ഈ 109 ക്ലബ്ബുകളും ഇന്ന് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ തൃശ്ശൂരത്തെ ഭാരവാഹികളാണ് ഞങ്ങൾ. തൃശ്ശൂർ ജില്ല, തൃശ്ശൂർ 10 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ഒരു വർഷത്തെയാണ്. ഇത് മാത്രല്ല, ചാലക്കുടി, കൊടുങ്ങല്ലൂര്, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂര് എന്നീ മേഖലകളിലെ 22 ക്ലബ്ബുകളിലും വിവിധ ഹോസ്പിറ്റലുകളിലും പാലിയേറ്റീവ് സെന്ററുകളിലുമാണ് ഇന്നത്തെ പ്രൊജക്ട് ആണ്. അതിനെ തുടർന്ന് ഇപ്പം പല ക്ലബ്ബുകളും ഈ വർഷത്തെ പ്രൊജക്റ്റിൽ ഡോക്ടേഴ്സ് കെയർ ആംബുലൻസുകൾ സഞ്ചരിക്കുന്ന പ്രൊജക്ട്, അതുപോലെ തന്നെ അശ്വിനി ഹോസ്പിറ്റലിൽ ഇന്ന് ചർച്ച നടക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ നൽകാനുള്ളത്, അതുപോലെ തന്നെ വുമൻസ് എംപവർമെന്റ് ഭാഗമായി സ്ത്രീകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിധവകളായവരോ അശരണായവർക്ക് വേണ്ടി അവരെ എംപവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോറിക്ഷ നൽകുന്ന വേറൊരു പദ്ധതി, അതുപോലെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൃശ്ശൂരിന്റെ സോണില് 10 കോടി രൂപയുടെ 26-27 ഇയറിൽ നടത്തുന്ന പ്രൊജക്ടുകൾ. അതിന്റെ ഈ ഫൗണ്ടേഷന്റെ ഭാഗം അവരുമായി സഹകരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഒത്തിരിയേറെ വീടുകൾ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ആ പ്രൊജക്ട് നമ്മൾ ഈ വർഷം കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. എന്താ സർക്കാർ അത് നമുക്ക് അതിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അർഹരായവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാരായ ഇപ്പൊ നമുക്ക് പേഴ്സണലി അപ്ലിക്കേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചാലക്കുടി ഇന്ന് ധന്യ ഹോസ്പിറ്റലാണ് കൊടുത്തത്, ഇന്നിപ്പോ ഇവിടെ അമല ഹോസ്പിറ്റലാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അവരൊരു തുറന്ന മനസ്സോടെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് സ്വീകരിക്കാൻ തയ്യാറാവുകയും അത് അവരുടെ അർഹരായവരിലേക്ക് എത്തിക്കാൻ തക്ക വിധം അത് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്ക് നമ്മൾ എന്താ പറയാ, എല്ലാവർക്കും സ്വാഗതം അവർ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതെ, നമ്മൾക്ക് ആർക്കാണ് അപ്ലിക്കേഷൻ തരുന്നത് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഇല്ല, സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന വിഷയം എന്നല്ലേ, ഇപ്പൊ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു 6 ബെഡുള്ള ICU യൂണിറ്റ് കൊടുത്തു. ഏകദേശം 45 ലക്ഷം രൂപ ചെലവാക്കി ചെയ്ത പ്രോജക്റ്റാണ്. ഈ 6 ബെഡുകളും ഇന്നും ഒരു പേഷ്യന്റിന് അത് കിടന്നിട്ടില്ല. കാരണം ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ പറ്റിയ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനെ പറ്റി സ്റ്റാഫുകളെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന കാര്യത്തില് തിരുമടി കാണിക്കുക. അതുപോലെ തന്നെയായിരുന്നു പറവൂർ ഹോസ്പിറ്റലും ഇതേ സെയിം സംഭവം 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്തില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ 6 ഡയാലിസ് മെഷീൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഓരോ പ്രോജക്റ്റ് അനുസരിച്ച് ചെയ്യും. അപ്പൊ അവിടുന്ന് റിക്വയർമെന്റ് വരികയാണ്. ഇപ്പൊ ഈ വർഷം അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബ്ലോക്കിലേക്ക് 4 ഡയാലിസ് മെഷീൻ ചോദിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഡയാലിസ് മെഷീൻസ് ദയ ഹോസ്പിറ്റലിൽ, അപ്പൊ എവിടെയാണ് റിക്വയർമെന്റ്, എവിടെയാണ് നീഡി ആയിട്ടുള്ള പേഴ്സൺസ് ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാൻ റോട്ടറി തയ്യാറാണ്. ഈ വീട് കൊച്ചൗസേപ്പ് ഫൗണ്ടേഷൻ സഹകരിച്ച് കഴിഞ്ഞ വർഷം 400 വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഈ വർഷം ആ സെയിം പ്രോജക്റ്റ് ഞങ്ങൾ 500 വീടുകൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 6 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന ഏറ്റവും നിർദ്ദിഷ്ടമായ അതിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാവുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ജൂലൈ 1 ഈ വർഷം ആരംഭിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ 2 പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം. ഈ ഒരു വർഷം തുടർച്ചയായിട്ടുള്ള പ്രോജക്ട്സുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഇതിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. കാരണം നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള മെഷീൻസ് ഒരു അവരുടെ ഗ്യാരണ്ടി ടൈം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ അത് മെയിൻ്റെനൻസ് ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ. നേരെ മറിച്ച് ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 3 മാസം മുമ്പ് നമ്മൾ ദയ ഹോസ്പിറ്റലിൽ 3 ഡയാലിസിസ് യൂണിറ്റ് കൊടുത്ത് ഏകദേശം 35-40 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരുന്നത്. അതിന് നമ്മൾ റിട്ടേൺ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BPL അതായത് ബിലോ ഉള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് നമുക്ക് 1000ഓളം ഡയാലിസിസ് ഫ്രീ ആയിട്ട്
റോട്ടറി ത്രൂ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡ് തന്നിട്ടുണ്ട്. ആ കാർഡ് വെച്ചിട്ട് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യും. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലാകുമ്പോൾ സൗജന്യം തന്നെയാണ്, പക്ഷെ അത് ആ ഒരു ടൈം ആ കൊടുക്കുന്ന വാല്യൂ പിന്നീട് ഇപ്പോൾ ഒരു ഡയാലിസിസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷങ്ങൾ പ്രവർത്തിക്കണം, അത് വേണ്ട രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഒന്ന് പുറകിലോട്ട് തന്നെയാണ്. പക്ഷെ നമ്മളത് തുറന്ന് ആദ്യം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന കിറ്റുകൾ അങ്ങനെ തന്നെയാണ്, സൗജന്യമായിട്ടാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. ഈ കിറ്റുകളെല്ലാം മൾട്ടി യൂസ് കിറ്റുകളാണ്, നമുക്ക് ഒന്നിലധികം തവണ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിൽ തവണ ഉപയോഗിക്കാവുന്ന കിറ്റുകളാണ് കൊടുക്കുന്നത്. ഏകദേശം 1000 രൂപ വില വരുന്ന കിറ്റുകളാണ്. ഒരു ഹൈലൈറ്റും കൂടി ഉള്ളത് ഈ 500 കിറ്റ് ഇന്ന് മാത്രം ചെയ്യുന്ന പ്രൊജക്റ്റ് ആണ്. അതായത് ഈ റോട്ടറി ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് മാത്രം ഏകദേശം 5 ലക്ഷം രൂപ ചെലവ് വരുന്നതാണ്. അതായത് 500 കൂടുതലുണ്ട്, മിനിമം 500 × 1000 ഉള്ള രീതിയിൽ. ഡിസ്ട്രിക്റ്റിന്റെ മൊത്തം വരുമ്പോൾ 2000 കിറ്റോളം നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം ചെയ്യുന്നുണ്ട്.